ഈ 5 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. പത്തനംതിട്ട ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും മാറ്റമില്ല. 5 ജില്ലകളുടെ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴ പ്രമാണിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടുത്ത മാസം 1-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്കും ക്വാറി പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. തിരുവല്ല പെരിങ്ങരയിൽ മീൻ പിടിക്കാൻ പോയ ആളെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത കൂടി വരികയാണ്. എ വി ജയശങ്കർ ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ മഴ പൊതുവെ ശക്തമായി തുടരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്? പകൽ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ മഴ പൊതുവെ കുറവായിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തമാകുന്ന എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാറ്റുൾപ്പെടെ ഉള്ള മഴയാണ് പെയ്യുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. അടുത്ത മാസം 1-ാം തീയതി വരെയാണ് നിലവിൽ നിയന്ത്രണമുള്ളത്. നാളെയും മറ്റന്നാളും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗനവാടി മുതലുള്ള പ്രൊഫഷണൽ കോളേജ് വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുവിദ്യാഭ്യാസ ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നാണ് പത്തനംതിട്ട കളക്ടർ പ്രേംകൃഷ്ണ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് വൈകിട്ടോടുകൂടി പെയ്തത്. പത്തനംതിട്ട നഗരത്തിലും വലിയ തോതിലുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. എന്തായാലും പകൽ സമയത്ത് മഴ വിട്ടുനിന്നതോടുകൂടി നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് കുറഞ്ഞിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി മലയോര മേഖലകളിലും ഒപ്പം തന്നെ വനമേഖലയിലും വലിയ തോതിലുള്ള മഴ പെയ്തു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം ഈ മഴയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് ഉണ്ട്. വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ കാരണം കൊണ്ടാണ് അംഗനവാടി മുതൽ മുഴുവൻ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ മഴയാണ്. എന്തായാലും ഇന്ന് മഴ വിട്ടുനിന്നത് ജില്ലയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴക്കെടുതിയിൽ വലിയ തോതിലുള്ള വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും KCBയുടെ പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുകയും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലാവുകയും ചെയ്ത സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടായത്. എന്തായാലും നാളെയും മറ്റന്നാളും ജില്ലയിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലയിൽ മഞ്ഞ മഴ മുന്നറിയിപ്പാണുള്ളത്. പക്ഷേ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ട ജാഗ്രത പൊതുജനങ്ങൾ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. എന്തായാലും ജനങ്ങൾ ഈ ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. രാത്രികാലങ്ങളിൽ മലയോര മേഖലയിലുള്ള യാത്ര ഒഴിവാക്കണം. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കോറികളുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണമാണ് ജില്ലാ കളക്ടർ 1-ാം തീയതി വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എ വി ജയശങ്കറാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. പത്തനംതിട്ടയിൽ കാര്യമായ മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.